ഹലോ എവറി വൺ. ഇന്നൊരു ട്രാവൽ വ്ളോഗിന്റെ തോട്ട്സും മെമ്മറീസും ഒക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്താലോ എന്നാ വിചാരിക്കണേ. യാത്രകൾ എപ്പോഴും ഓർമ്മകൾ സമ്മാനിക്കുന്ന ഒന്നാണ്. അത് പലർക്കും പല രീതിയിലായിരിക്കുന്നേ ഉള്ളൂ. യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് അത് മധുരമുള്ള ഓർമ്മകളും ആയിരിക്കും. ശരിയല്ലേ? ഞാൻ ഇസുകുട്ടിയും യാത്രകൾ ഇത്രയും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബിബി കാരണം കേട്ടോ. അതായത് ഹസ്ബൻഡിന്റെ കാർ സെയിൽസ് ബിസിനസിന് വേണ്ടിയിട്ട് ഓസ്ട്രേലിയയിലെ പല സ്റ്റേറ്റുകളിലും യാത്ര ചെയ്യേണ്ടി വരും, കാർസ് എടുക്കാനും അതുപോലെ വിൽക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ ആ സമയത്ത് മിക്കപ്പോഴും ഞാനും ഇസക്കുട്ടിയും ചാടി കയറി എവിടെയാണെങ്കിലും കൂടെ പോകും. ജനിച്ചപ്പോ മുതൽ ഇസക്കുട്ടി ലോങ് ഡ്രൈവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ട്രാവല് ഞങ്ങളെ പോലെ അവൾക്ക് ഇതുവരെ ഒരു പ്രശ്നമായിട്ട് വന്നിട്ടില്ല. പക്ഷെ അത് അങ്ങനെ ഒരു ട്രിപ്പ് അല്ല കേട്ടോ. ബിസിനസ്സും വർക്കും ഒക്കെ മാറ്റി വെച്ച് റിലാക്സ് ആകാനായിട്ട് ഞങ്ങളുടെ ഒരു ക്ലോസ് ഫ്രണ്ടും കൂടെ പ്ലാൻ ചെയ്തു പോകുന്ന 2 days ട്രിപ്പാണ്. ഞങ്ങളിപ്പോൾ പോകുന്നത് സിഡ്നിക്ക് അടുത്തുള്ള ഒരു സ്ഥലമാണ് കിയോളോവ. ശരിക്കും ഇതിന്റെ പ്രൊണൗൺസിയേഷൻ ഇതാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ക്യാൻബറയിൽ നിന്ന് 194 കിലോമീറ്റർ ആണ് ഇതിന്റെ ദൂരം. ഏകദേശം ഒരു 2 hours and 40 minutes ആണ് നമുക്ക് വീട്ടിൽ നിന്ന് ഈ സ്ഥലത്തോട്ട് പോകാനെടുത്ത ദൂരം. ഇവിടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ബീച്ച് തന്നെയാണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ബീച്ചുണ്ട്. പാർക്കുകളും വേറെ കുറേ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ കൂടുതൽ എക്സ്പ്ലോർ ചെയ്തത് ബീച്ചാണ്. എവിടെ ട്രിപ്പ് പ്ലാൻ ചെയ്താലും പിന്നെ ഇസുക്കുട്ടി പറയുന്ന ഒരേ ഒരു പേര് ബീച്ചാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസിലൂടെയാണ് കേട്ടോ ട്രാവൽ ചെയ്ത് അവിടെ എത്തുന്നത്. അങ്ങനെ നമ്മൾ കുറേ ദൂരം ട്രാവലൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇടയ്ക്ക് റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബുക്ക് ചെയ്ത വീടിൻ്റെ അടുത്തെത്തി കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടും വളരെ ക്വയറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് തോന്നിയേക്കുന്നത്. നമ്മൾ താമസിച്ച വീടിന്റെ ചുറ്റുപാടൊക്കെ ആണെങ്കിലും ഭയങ്കര ക്വയറ്റും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതാണ് നമ്മൾ ബുക്ക് ചെയ്ത വീട് കേട്ടോ. എയർബിഎൻബിയിലാണ് നമ്മൾ ഈ വീട് ബുക്ക് ചെയ്തത്. 3 bedroom റൂം ആട്ടോ ഇത്. ഞാൻ നിങ്ങളെ ഈ വീടിന്റെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അകത്ത് എന്തൊക്കെ ഫെസിലിറ്റീസാ ഉള്ളതെന്നൊക്കെ ഒന്ന് കണ്ടാലോ. നമ്മൾ തുറക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഒരു ഡൈനിങ് ഹാളും കിച്ചണുമാണ്. കിച്ചണിൽ നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റിയ എല്ലാ സാധനങ്ങളും തന്നെ അവർ വച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വെസൽസും അതുപോലെ തന്നെ സ്പൈസസും എല്ലാം ഇൻക്ലൂഡഡ് ആയിരുന്നു. അതിന്റെ തൊട്ടടുത്ത് തന്നെ നമുക്കൊരു TV റൂം ലോഞ്ച് ഉണ്ടായിരുന്നു. അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ലോഞ്ചും കിച്ചണൊക്കെ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ പോകുന്നത് ബെഡ്റൂംസിലേക്കാണ്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയിൽ കണ്ണും മൂക്കും ഇല്ലാത്തൊരു സുന്ദരി ചേച്ചി നമ്മളെ നോക്കി നിപ്പുണ്ടായിരുന്നു. കണ്ടില്ലേ? ആദ്യം കയറുന്നത് ഒരു ബങ്ക് ബെഡിലാണ് കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ ഇസുക്കുട്ടി ഭയങ്കര ഹാപ്പിയായി. അവളുടെ പെട്ടിയൊക്കെ എടുത്ത് എന്റെ റൂമാണെന്നൊക്കെ പറഞ്ഞ് അതിലോട്ട് പോയി. അവിടെ കിടക്കൂ എന്നൊക്കെ ചോദിച്ചാൽ എവിടെ, ചുമ്മാ അതിൽ കയറി ചാടാനും കളിക്കാനൊക്കെയാണ് അവൾക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ അതിന്റെ അടുത്ത് തന്നെ ഒരു കോമൺ ബാത്റൂമും ഒരു ടോയ്ലറ്റും. പിന്നെ അടുത്തടുത്തായിട്ടുള്ള 2 ബെഡ്റൂംസ് ആണ് ഉണ്ടായിരുന്നത്. 2 ബെഡ്റൂംസിനകത്തും നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഫ്രെയിംസും അതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അവിടെ അവൈലബിൾ ആയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ബെഡ്റൂമിൽ ശരിക്കും നല്ലൊരു വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ആ വിൻഡോ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനറി തന്നെയാണ് പുറത്തോട്ട് കാണുന്നത്. പ്രത്യേകിച്ച് നമ്മൾ മോർണിംഗിൽ എണീറ്റ് സൺറൈസ് ഒക്കെ കാണാൻ നിൽക്കുമ്പോൾ ഭയങ്കര ഒരു ഗ്രീനറിയും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ ഒരു വ്യൂ കാണാനൊക്കെ. പിന്നൊരു അവിടെ ഒരു ചെറിയൊരു ലോണ്ട്രി സ്പേസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് വരുമ്പോഴേക്കും ബാർബിക്യൂ ചെയ്യാനും ഈവനിങ്ങിൽ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റിയൊരു സ്ഥലം ആണത്. ബാഗൊക്കെ വച്ച് ഒന്ന് സെറ്റായി സമയം ഒന്നും കളയാതെ നേരെ ബീച്ചിലോട്ട് വച്ചു പിടിച്ചു കേട്ടോ. ഫസ്റ്റ് ഞങ്ങൾ പോയത് പ്രിട്ടി ബീച്ചിലേക്കാണ്. പേര് പോലെ തന്നെ സുന്ദരമായൊരു ബീച്ച്. പ്രിട്ടി ബീച്ച് ശരിക്കും പ്രിട്ടിയാണ് കേട്ടോ. ഇത്ര മനോഹരമായതുകൊണ്ടായിരിക്കാം മേ ബി പ്രിട്ടി ബീച്ച് എന്ന് അതിന് പേര് തന്നെ വന്നത് കേട്ടോ. വീഡിയോയിൽ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല. ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അത് നേരിട്ട് കാണാനായിട്ട് കേട്ടോ. ഞങ്ങൾ അവിടെ എത്തിയത് നല്ലൊരു ലേറ്റ് ഈവനിങ് ടൈം ആയിരുന്നു. അതുകൊണ്ട് തന്നെ സൺസെറ്റ് ഒക്കെ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റി. ഇസുക്കുട്ടിക്ക് കളിക്കാൻ കൊണ്ടുപോയ സാൻഡ് ടോയ്സും വാട്ടർ ഗൺസും കൊണ്ട് ഇസുക്കുട്ടിയാണോ കളിച്ചത് ഞങ്ങളാണോ കളിച്ചതെന്ന് ചോദിച്ചാൽ ഇതാണ് അതിനുള്ള ഉത്തരം. പ്രായം ഏതായാലും എൻജോയ്മെന്റും മെമ്മറീസും എല്ലാവർക്കും ഒരുപോലെയല്ലേ എന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ച് ഞങ്ങളുടെ കൂടെ കൂട്ടി എന്നതാണ് സത്യം. കടലിന്റെ സൗന്ദര്യവും തിരമാലകളുടെ ചാഞ്ചാട്ടവും ഇരുമ്പലോടുകൂടെയുള്ള വരവും ഒക്കെ ആസ്വദിച്ച് കടലിനോട് ചേർന്നും മൺതരികളിലൂടെ നടന്നും അവിടെ കുറേ നേരം ചെലവഴിച്ചു.
പിന്നെ പോകാൻ ഇഷ്ടമല്ലാഞ്ഞിട്ടും കടലിനോടും കടലമ്മയോടും ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. വിശപ്പിന്റെ വിളി കൂകി വിളിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും ചടപടയെന്ന് കുക്കിങ്ങിന്റെ തിരക്കിലായി. ബാർബിക്യൂ ചെയ്യാനുള്ള മീറ്റൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബിബിയും ഷീനും പുറത്ത് ബാർബിക്യൂവിന്റെ ജോലി ഏറ്റെടുത്ത് ചെയ്യുന്നതിന്റെ തിരക്കിലായി. ആ സമയം കൊണ്ട് ഞാനും ആനും കൂടെ പ്രോൺസിന്റെ മസാലയൊക്കെ ഇട്ട് സുന്ദരിയാക്കി കാണുമ്പോൾ പ്രോൺസ് ഫ്രൈ എന്ന് പറയിപ്പിക്കാനുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. അവിടെ ഉള്ള മസാലയൊക്കെ വെച്ച് നമ്മൾ എങ്ങനെ ഒരു പുതിയ ഡിഷ് കണ്ടുപിടിക്കാം എന്നതാണ് മെയിൻ എയിം. ഇസക്കുട്ടി അവളുടെ ഫേവറേറ്റ് കാർട്ടൂൺ കാണുന്നതിന്റെ തിരക്കിലാണ്, ഞങ്ങൾ ഞങ്ങളുടെ കുക്കിങ്ങിലും. ബാർബിക്യൂ ചെയ്തെടുത്ത ചിക്കൻ്റെ കുറച്ചു ഭാഗം എടുത്ത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണിത്. ബാർബിക്യൂവിന്റെ പണി നല്ല തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ബിബി എന്താണെന്ന് അറിഞ്ഞിട്ടാണോ എന്നറിയില്ല എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ദേ അങ്ങനെ നല്ല ജ്യൂസി ആയിട്ടുള്ള ബാർബിക്യൂ ചെയ്ത ബീഫിന്റെ പീസാണിത്. അതിന്റെ കുറച്ച് പീസ് എടുത്ത് മുറിച്ച് റോസ്റ്റ് ആക്കാമെന്ന് കരുതി. ബാക്കി ജ്യൂസി ആയിട്ടുള്ള പീസ് അപ്പോൾ തന്നെ കഴിച്ചു തീർത്തു. ശരിക്കും ബാർബിക്യൂ ചെയ്ത് കഴിക്കുന്ന മീറ്റിനൊക്കെ ഒരു പ്രത്യേകം ടേസ്റ്റാണ് കേട്ടോ. എല്ലാവർക്കും ബാർബിക്യൂ ചെയ്ത് കഴിക്കുന്ന മീറ്റിനോട് ഇഷ്ടമുണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ വളരെ ടേസ്റ്റിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഇതുപോലെ ബാർബിക്യൂ ഒക്കെ ചെയ്ത് എടുക്കുന്നത് നല്ലതല്ലേ. പിന്നെ നമ്മൾ ഒത്തിരി വഴറ്റി ഫ്രൈ ചെയ്തൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് സമയവും പോവും. ഇത് അത്ര സമയവും വേണ്ട നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അങ്ങനെ റോസ്റ്റ് ആക്കാനുള്ള ബാർബിക്യൂ പീസ് കുക്ക് ചെയ്യാനായിട്ട് ആദ്യം കുറച്ച് ബട്ടർ പാനിലോട്ട് ഇട്ട് കൊടുത്ത് നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന ബീഫ് ഇട്ട് കുറച്ചു നേരം ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ അതിലോട്ട് ചില്ലി ഫ്ലേക്സും തൈമിന്റെ ലീഫും പിന്നെ അവിടെ ഉണ്ടായിരുന്ന കുറെ വെറൈറ്റി സ്പൈസസ് ഒക്കെ ഇട്ട് ഒന്ന് ഇളക്കിയെടുത്തു. പിന്നെ അതിലോട്ട് നമ്മൾ തോടോടുകൂടിയ വെളുത്തുള്ളി ചതച്ചിട്ടതിന് ശേഷം അതിലോട്ട് പെപ്പറിക്കയും ബ്ലാക്ക് പെപ്പറും കൂടെ ഇട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. അങ്ങനെ അവസാനം കുറച്ച് ടേസ്റ്റ് കൂടെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു ഹാഫ് നാരങ്ങയുടെ ജ്യൂസ് തലങ്ങും വിലങ്ങും ഒഴിച്ചു കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ ബാർബിക്യൂ ബീഫ് ഫ്രൈ റെഡി. ശരിക്കും ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് തട്ടിക്കൂട്ടി എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴാണ് നമുക്ക് പുതിയ പുതിയ റെസിപ്പീസും ഐഡിയാസും വെറൈറ്റി ഡിഷസ് ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷെ ആ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന കറികൾക്ക് മിക്കപ്പോഴും നല്ല ടേസ്റ്റും ആയിരിക്കും. അങ്ങനെ അന്നത്തെ കുക്കിംഗ് പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാനുള്ള സമയമായി. അപ്പൊ ഇതാണ് ഇന്നത്തെ ഡിന്നർ മെനു. ഇവനെന്താ തലകുത്തിരിക്കണേ? ഒരു മിനിറ്റ് കേട്ടോ. ഇപ്പൊ ശരി. നമ്മൾ സെറ്റ് ചെയ്ത ഫുഡൊക്കെ നല്ലപോലെ എൻജോയ് ചെയ്ത് കഴിച്ചു. ശരിക്കും പറഞ്ഞാൽ എ ടേബിൾ ഫുൾ ഓഫ് മെമ്മറീസ് ആയിട്ടുള്ള ഒരു ഡിന്നർ ടൈം തന്നെയായിരുന്നു കേട്ടോ അത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചൊന്ന് ഫ്രഷ് ആയി കഴിഞ്ഞപ്പോഴേക്കും ആസ് യൂഷ്വൽ ഞങ്ങൾ കലാപരിപാടികളിലോട്ട് കടന്നു കേട്ടോ. ഞങ്ങളുടെ വക ഡാൻസും അവരുടെ വക പാട്ട് കച്ചേരിയൊക്കെ അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. പാതിരാ കോഴി കൂവി വിളിച്ചതൊന്നും ഞങ്ങളുടെ ചെവിയിൽ കേട്ടില്ല എന്ന് വേണമെങ്കിലും പറയാം. പക്ഷെ അതൊരു മെമ്മറബിൾ നൈറ്റ് തന്നെയായിരുന്നു. ശരിക്കും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എപ്പോഴാണൊന്ന് ഉറങ്ങിയെന്ന് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ലേറ്റ് ആയിട്ടാണ് കിടന്നതെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നേരത്തെ എണീറ്റു കേട്ടോ. വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ രാവിലെ എണീറ്റ് നല്ല കോഫിയൊക്കെ ഇട്ട് സംസാരിച്ചിരുന്നപ്പോൾ നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു കേട്ടോ. വീടിന്റെ മുന്നിലത്തെ രാവിലത്തെ ഒരു വ്യൂ ആട്ടോ ഇത്. നല്ല ബ്യൂട്ടിഫുൾ ആണ് അത്. അവിടെ നിന്ന് കാണാനൊക്കെ ആയിട്ട് ഗ്രീനറി ഒക്കെ ആയിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണേ. അപ്പം ഞങ്ങൾ കുറേ ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഞങ്ങളിങ്ങനെ ആരോ രൂക്ഷമായിട്ട് നോക്കിയിരിപ്പുണ്ട് കേട്ടോ. വേറെ ആരുമില്ല കേട്ടോ, കാംഗറൂസ് ആണ്. അവർ ഞങ്ങളെയാണോ ഞങ്ങൾ അവരെയാണോ നോക്കുന്നതെന്നൊന്നും അറിയത്തില്ല. പക്ഷെ എനിക്കൊന്നിനും രാത്രിയിൽ എവിടെയോ കിടന്ന് ഉറങ്ങി രാവിലെ എണീറ്റ് നമ്മളെ ഇങ്ങനെ വാ നോക്കാനായിട്ട് വന്നിരിക്കുന്ന പോലെ ഉണ്ടായിരുന്നു കാണാൻ. പിന്നെ നമ്മൾ ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നേരെ പോയതൊരു ബീച്ചിലോട്ടാട്ടോ, ഡീപോർട്ട് ബീച്ച്. ഭയങ്കര രസമുള്ളൊരു ബീച്ച് തന്നെയാട്ടോ അത്.
ശരിക്കും ഇവിടുത്തെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആട്ടോ. നമുക്ക് ശരിക്കും മെമ്മറീസൊക്കെ ക്യാപ്ചർ ചെയ്യാനും വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമായിരുന്നേ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ വെള്ളത്തിലിറങ്ങി കളിക്കാതെ അവിടെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ബീച്ചാണത്. ഈസുകുട്ടിയാണെങ്കിൽ അവിടെ ഓടി നടന്ന് കുറേ ഷെൽസും പെബിൾ സ്റ്റോൺസൊക്കെ പറക്കിയെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എവിടെ ബീച്ചിൽ ചെന്നാലും അത് അവളുടെ ഒരു മെയിൻ ഹോബിയാണ്. പിന്നെ ഞാനും കൂടെ ആസ് യൂഷ്വൽ നല്ലൊരു ബ്യൂട്ടിഫുൾ പ്ലേസ് കണ്ടപ്പോഴേക്കും അവിടെ നിന്ന് കുറേ റീൽസൊക്കെ പ്രാക്ടീസ് ചെയ്ത് റീൽസൊക്കെ എടുത്തു. പിന്നെ കുറേ ബ്യൂട്ടിഫുൾ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ വീണ്ടും ട്രാവൽ ചെയ്ത് വേറൊരു ബീച്ചിലോട്ടാണ് പോയത് കേട്ടോ. ഇതെന്താ പിന്നെയും ബീച്ചാണോ എന്നല്ലേ ചിന്തിക്കണേ? ശരിക്കും പറഞ്ഞാൽ അവിടെ ബീച്ച് തന്നെയാണ്, ഞാൻ അത് ആദ്യമേ പറഞ്ഞില്ലേ. പക്ഷെ എന്നാൽ പോലും നമുക്ക് മടുപ്പ് തോന്നാത്ത രീതിയിലുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ചസ് ആണ് കേട്ടോ. നമ്മൾ ഏത് ബീച്ചിൽ പോകുമെന്നുള്ളത് കൺഫ്യൂഷൻ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞങ്ങൾ നോക്കി നോക്കി സെലക്ട് ചെയ്തൊരു 3 ബ്യൂട്ടിഫുൾ ബീച്ചായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ബീച്ചായിരുന്നു അന്നത്തെ. ഇത് പെബ്ലി ബീച്ചാണ് കേട്ടോ. നമ്മളവിടെ ചെന്നപ്പോഴേക്കും നമ്മളെ വരവേൽക്കാനായിട്ട് കുറേ കാങ്കറൂസ് അവിടെ വീണ്ടും ഉണ്ടായിരുന്നു. ശരിക്കും സദ്യ ഇല്ലാത്ത ഓണം എന്ന് ചോദിക്കുന്ന പോലെയാണ് ആക്ച്വലി കാങ്കറൂസ് ഇല്ലാത്ത ഓസ്ട്രേലിയ. അത്രമാത്രം കാങ്കറൂസ് ആണ് ഇവിടെ ഉള്ളത്. ശരിക്കും ഈ ട്രിപ്പിൽ ഏറ്റവും കൂടുതൽ നമ്മൾ വെള്ളത്തിൽ എൻജോയ് ചെയ്തൊരു ബീച്ച് പെബ്ലി ബീച്ചായിരുന്നു കേട്ടോ. അത്ര ആഴമൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസക്കുട്ടിക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും ഒത്തിരി കുറച്ചുകൂടെ ദൂരം ഉള്ളിലോട്ട് പോകാനും എൻജോയ് ചെയ്യാനൊക്കെ പറ്റി കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു അത്. അവിടെ ഞങ്ങൾ നോക്കിയപ്പോഴേക്കും കുറേ മീനുകൾ ഇങ്ങനെ ഓടുന്നുണ്ടായിരുന്നു കേട്ടോ. ഇസക്കുട്ടിക്കാണെങ്കിൽ മീനുകളെ പിടിക്കണമെന്ന് പറഞ്ഞ് വാശിയോട് കരയണുണ്ടായിരുന്നു. എങ്ങനെ പിടിക്കുമെന്നുള്ള ആശയക്കുഴപ്പത്തിലാണ് ഞങ്ങൾ. എന്നാലും നമ്മളല്ലേ ഓടിച്ചിട്ടൊക്കെ പിടിച്ചു എന്ന് പറയണ പോലെ കുറച്ച് മീനുകളെയൊക്കെ ഞങ്ങൾ പിടിച്ച് ഇസക്കുട്ടീനെ ഒന്ന് ഹാപ്പിയാക്കി തിരിച്ച് നമ്മൾ വെള്ളത്തിലോട്ട് തന്നെ വിട്ടു കേട്ടോ. മീനുകളെ പിടിച്ചു എന്ന് പറഞ്ഞാൽ ചുമ്മാ അല്ല കേട്ടോ. അതേ നോക്കിയേ, ഇതാണ് ഞങ്ങൾ മേടിച്ച മീനുകൾ. അവിടെ കുറേ നേരം നമ്മൾ സ്പെൻഡ് ചെയ്ത് അവസാനം ഫ്രഷായി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തിരിച്ചു പോകുന്ന വഴിക്ക് കാങ്കറൂസിനോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ പയ്യെ അവിടെ നിന്ന് തിരിച്ചിട്ടോ. തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് വന്നത് ബേസ്മാൻ ബേ വഴിയാട്ടോ. അവിടുത്തെ ഹൈലൈറ്റിംഗ് ഫുഡാണ് ഫിഷ് ആൻഡ് ചിപ്സ്. അതൊക്കെ നല്ല ചൂടോടുകൂടെ എൻജോയ് ചെയ്ത് കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് പിന്നെ രാത്രി ആയപ്പോഴേക്കും ഡിന്നർ കഴിക്കാനായിട്ട് നമ്മൾ കയറിയത് റോയൽ മന്തി ഷോപ്പിലാണ്. അവിടെയുള്ള കുറേ വെറൈറ്റി ടൈപ്പ് ഓഫ് മന്തിയൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് എത്തിയത് കേട്ടോ. ഇസുകുട്ടിയാണെങ്കിൽ വീട്ടിൽ വന്ന ഉടനെ തന്നെ ബീച്ചിൽ നിന്ന് കളക്ട് ചെയ്ത എല്ലാ ഷെൽസും കൂടെ ഒരു ബോട്ടിൽ ഇട്ട് വെച്ചിട്ടോ. പക്ഷെ അത് കണ്ടിട്ട് എനിക്ക് അത്ര തൃപ്തിയാവുന്നില്ല. കുറച്ചുകൂടെ നല്ല രീതിയിൽ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ രാത്രി ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ എണീറ്റിട്ട് ഏസക്കുട്ടിയുടെയും എൻ്റെയും പരിപാടി ഇതൊന്ന് സെറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. നമ്മൾ കളക്ട് ചെയ്തെടുത്തിട്ടുള്ള ഷെൽസും സ്റ്റോൺസും എല്ലാം കൂടെ ഞാനും ഏസക്കുട്ടിയും കൂടെ നല്ലപോലെ വാഷ് ചെയ്തെടുത്ത് ഇതുപോലൊരു ബൗളിനകത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടോ. അത് കഴിഞ്ഞ് ലാസ്റ്റിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ ലിവിങ് ഏരിയയിൽ ഒരു ടേബിളിൽ തന്നെ സെറ്റ് ചെയ്ത് വെച്ചപ്പം അതിനൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. പിന്നെ യാത്രകൾ നല്ലൊരു ഓർമ്മകളാണ് എന്ന് ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമുക്ക് ഇഷ്ടപ്പെട്ട യാത്രയുടെ ഓർമ്മകൾ ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനമായിട്ടോ ഫോട്ടോ ആയിട്ടോ ഒക്കെ വീട്ടിൽ എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചാൽ അത് കാണുമ്പോഴൊക്കെ മറക്കാനാവാത്ത നല്ല മധുരമുള്ള മെമ്മറീസ് ആയിട്ട് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് പിന്നെ ഇതുപോലെ മെമ്മറീസ് ഒക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാൻ ഒത്തിരി ഇഷ്ടമാണ്. ഇന്നത്തെ ഈ കൊച്ചു ട്രാവൽ വ്ളോഗ് വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു തോട്ട്സ് ഓഫ് ഡെൽഫിൻസ് ഡേ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.